ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ല പതഞ്ഞ് പൊങ്ങിയ ഇഡ്ഡലി മാവും ദോശമാവും റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇതിനു വേണ്ടി 1 കപ്പ് ഉഴുന്ന് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. 2 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഉഴുന്ന് നന്നായി കുതിർന്ന് കിട്ടുന്ന സമയത്ത് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ഉഴുന്ന് സ്പ്ലിറ്റഡ് ആയിട്ട് വരുന്ന ഉഴുന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള ഉഴുന്നും ഉപയോഗിക്കാം. സ്പ്ലിറ്റഡ് ആയിട്ട് ഉഴുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും, നന്നായി അരച്ചെടുക്കാനും സാധിക്കും. ഉഴുന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. ഏകദേശം 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുത്ത് വേണം ഉഴുന്ന് അരച്ചെടുക്കാൻ. ഉഴുന്ന് നല്ല തിക്കായിട്ട് തന്നെ എപ്പോഴും അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉഴുന്ന് അരച്ചെടുക്കാൻ. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഉഴുന്നരച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ പച്ചരി ഒട്ടും വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല തരിതരിപ്പോടുകൂടി അരച്ചെടുത്താൽ മതിയാകും പച്ചരി ഒരുപാടങ്ങ് പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തരിതരിപ്പോടുകൂടി തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. 1 കപ്പ് ഉഴുന്നിന് 2 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 കപ്പ് പച്ചരി ഉള്ളത് കൊണ്ട് തന്നെ 2 തവണയായിട്ടാണ് ഞാനിതിൽ അരച്ചെടുക്കുന്നത്. പച്ചരി തരിതരിപ്പോടുകൂടി അരച്ചെടുത്ത ശേഷം ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 തവണയായിട്ട് പച്ചരി നന്നായൊന്ന് തരിതരിപ്പോടുകൂടി അരച്ചെടുത്ത ശേഷം പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉഴുന്നിൻ്റെ മാവും പച്ചരിയുടെ മാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിൽ വളരെ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായൊന്ന് പച്ചരി മാവും ഉഴുന്നുമാവും കൂടി മിക്സ് ചെയ്തെടുക്കണം. മാവ് നന്നായി പൊങ്ങി കിട്ടുന്നതിന് വേണ്ടിയാണ് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത്. കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നന്നായി പൊങ്ങി കിട്ടും. ഇത് ഫെർമെൻ്റായി കിട്ടുന്നതിന് വേണ്ടി 6 തൊട്ട് 8 മണിക്കൂർ വരെ അടച്ചു വയ്ക്കാം. മിക്ക ആളുകളും ഇഡ്ഡലിക്കും ദോശയ്ക്കും മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചോറടിച്ച് ചേർക്കാറുണ്ട്. എന്നാൽ പച്ചരിയും ഉഴുന്നും മാത്രം ചേർത്ത് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ടാകും. ചോറടിച്ച് ചേർക്കുന്ന സമയത്ത് മാവ് ഒരുപാടങ്ങ് പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മാവ് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി എടുത്തു വെച്ചാൽ പോലും ഒട്ടും പുളിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ചോറടിച്ച് ചേർക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിപ്പോൾ ഞാൻ റെഡിയാക്കിയെടുത്ത മാവ് 2 ദിവസത്തേക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തേക്കുള്ള മാവ് മാത്രം ഒരു പാത്രത്തിലേക്ക് എടുക്കും. ബാക്കിയുള്ള മാവ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇന്ന് ഉപയോഗിക്കേണ്ട മാവിൽ മാത്രം ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ബാക്കിയുള്ള മാവ് ഉപ്പ് ചേർക്കാതെ തന്നെയാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ മാവ് ഒരുപാടങ്ങ് പുളിച്ചു പോകാതെ തന്നെ പിറ്റേ ദിവസവും നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇഡ്ഡലി മാവും ദോശമാവും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് തന്നെ ഇഡ്ഡലിയും ദോശയും സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. എത്ര തണുപ്പുള്ള സ്ഥലത്താണെങ്കിലും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മാവ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ടാകും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും നല്ല റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.